നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഈശോയോടുള്ള ഐക്യത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ സഹിച്ച് നാം യാത്ര ചെയ്യണം. ഈശോയുമായുള്ള ഐക്യത്തിൽ യാത്ര ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, നമുക്ക് സഹായമാകുന്ന ഒരു നല്ല നിമിഷമാണ് നാഥനോടൊപ്പം. പ്രകൃതിയുമായി കർത്താവ് വലിയ അടുപ്പവും ബന്ധവും സ്ഥാപിച്ചു. പ്രകൃതിയുടെ മനോഹാരിത അനുഭവിക്കാൻ ക്രിസ്തു നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4:35 നാം വായിക്കുന്നു, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലിലേക്ക് നോക്കുവിൻ, അവ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് പാകമായി കിടക്കുന്നു. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ക്രിസ്തുവിനെ നമുക്കെന്നും എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാം. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു. ശിഷ്യന്മാർ ഭയപ്പെട്ടു. ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. യേശു വഞ്ചിയുടെ അമരത്ത് തലവച്ച് ഉറങ്ങുകയായിരുന്നു. അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. ശിഷ്യന്മാര് തിരമാല കണ്ടിട്ടാണ് ഭയന്നത്. പക്ഷേ ഈശോ ശാസിച്ചത് കടലിനെയാണ്. അടക്കേണ്ടത് കടലിനെയാണ്, തിരമാലയെ അല്ല. കടല് അടങ്ങിയാൽ തിരമാല ശാന്തമാകും. അതിനുള്ള ശക്തി ദൈവത്തിന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, തിരമാലകളാകുന്ന ചില വികാരങ്ങളെ നിയന്ത്രിക്കാൻ, അടക്കാൻ കടലാകുന്ന ശരീരത്തെ നാം ശാന്തമാക്കണം. ദൈവത്തോട് ചേരാതെ, ക്രിസ്തുവിൻ്റെ ബലിയോട് ചേരാതെ എനിക്ക് എൻ്റെ ശരീരത്തെ ശാന്തമാക്കാൻ പറ്റില്ല. ശരീരത്തെ ശാന്തമാക്കുമ്പോൾ, വിശുദ്ധമാക്കുമ്പോൾ, ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിലും ഭാരങ്ങളിലും തളരാതെ ക്രിസ്തുവിനോട് ചേർന്ന് യാത്ര ചെയ്യാൻ നമുക്ക് കഴിയും. അടുത്ത ഗാനം നമ്മൾ പ്രാർത്ഥനാപൂർവം ശ്രവിക്കുമ്പോൾ ക്ലേശങ്ങളിൽ ആശ്വാസമായി വരുന്ന, സങ്കടങ്ങളിൽ ആനന്ദമായി വരുന്ന ക്രിസ്തുവിനെ നമുക്ക് ധ്യാനിക്കാം. ക്രിസ്തു എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നത് നമുക്ക് വലിയ ബലമാണ്, പ്രത്യാശയാണ്. ആ പ്രത്യാശയിൽ നമുക്ക് ജീവിച്ച് മുന്നേറാം. ആ പ്രത്യാശ കൂടെ ജീവിക്കുന്ന അനേകായിരങ്ങൾക്ക് നമുക്ക് പകർന്നു നൽകുകയും ചെയ്യാം. ഉന്നതൻ ഉയർന്നവൻ കരങ്ങളിൽ താങ്ങും വല്ലഭൻ. ഉന്നതൻ ഉയർന്നവൻ കരങ്ങളിൽ
ഭാരങ്ങളാൽ നീ വലയുകയോ, രോഗങ്ങളാൽ നീ തളരുകയോ. ഭാരങ്ങളാൽ നീ വലയുകയോ, രോഗങ്ങളാൽ നീ തളരുകയോ. രോഗങ്ങളാൽ നീ തളരുകയോ. ഉന്നതൻ ഉയർന്നവൻ കരങ്ങളിൽ താങ്ങും വല്ലഭൻ. ഹൃദയം നുറുങ്ങി ആശ്വാസമില്ലാതെ തകരുന്ന സമയം കടന്നുവരും. ഹൃദയം നുറുങ്ങി ആശ്വാസമില്ലാതെ തകരുന്ന സമയം കടന്നുവരും. സാന്ത്വനമേകി സാമീപ്യ വന്നിടും. സാന്ത്വനമേകി സാമീപ്യ വന്നിടും. സായുജ്യമണയുമാ നിമിഷങ്ങളിൽ നിമിഷങ്ങളിൽ ഉന്നതൻ ഉയർന്നവൻ കരങ്ങളിൽ താങ്ങും വല്ലഭൻ. കണ്ണുണ്ടു കാണാത്ത, കാതുണ്ടു കേൾക്കാത്ത ദൈവമല്ല അവൻ വല്ലഭനാ. കണ്ണുണ്ടു കാണാത്ത, കാതുണ്ടു കേൾക്കാത്ത ദൈവമല്ല അവൻ വല്ലഭനാ. ആപത്തു നാളതിൽ ആഗതനായവൻ, ആപത്തു നാളതിൽ ആഗതനായവൻ, ആശ്രിതർക്കായൊരു മേട തീർക്കും. ഒരു മേട തീർക്കും. ഉന്നതൻ ഉയർന്നവൻ കരങ്ങളിൽ താങ്ങും വല്ലഭൻ. ഉന്നതൻ ഉയർന്നവൻ കരങ്ങളിൽ താങ്ങും വല്ലഭൻ. ഭാരങ്ങളാൽ നീ വലയുകയോ, രോഗങ്ങളാൽ നീ തളരുകയോ. ഭാരങ്ങളാൽ നീ വലയുകയോ, രോഗങ്ങളാൽ നീ തളരുകയോ. രോഗങ്ങളാൽ നീ തളരുകയോ.
വളരുകയോ. ഉന്നതൻ ഉയർന്നവൻ കരങ്ങളിൽ താങ്ങും വല്ലഭൻ. നമ്മുടെ ഹൃദയത്തിൽ സദാ പ്രവർത്തിക്കുന്ന ദൈവകൃപയോട് സഹകരിക്കാൻ നമുക്കാവട്ടെ. എൻ്റെ ഹൃദയത്തിൽ സദാസമയവും ദൈവത്തെ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയട്ടെ. അപ്പോൾ മനുഷ്യമഹത്വത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും നാം സന്നദ്ധരാകും. സ്വാർത്ഥതയുടെ പുറം കൂട് പൊട്ടിച്ച് നമുക്ക് പുറത്ത് വരേണ്ടിയിരിക്കുന്നു. ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കരുതേണ്ടതെങ്ങനെയെന്ന് പഠിക്കണം. അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ പൗലോസ്ലീഹായാണ്. ദൈവം നമുക്ക് നന്മകൾ മാത്രമാണ് നൽകിയിരിക്കുന്നത്, നൽകുന്നതും അങ്ങനെ തന്നെ. എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തികളാണ് തിന്മ നിറഞ്ഞതായി മാറുന്നത്. സ്വാർത്ഥതയും അഹങ്കാരവും ആർത്തിയും ധൂർത്തും ദുരാഗ്രഹങ്ങളും ദൈവത്തിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും നമ്മളെ അകറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നും എപ്പോഴും നന്മ മാത്രം നമുക്ക് വേണ്ടി നൽകുന്ന ദൈവത്തോട് ഒരുപാട് അടുത്തിരിക്കാം. സദാസമയവും അവൻ്റെ കൃപയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധാത്മ കൂട്ടായ്മയിൽ നമുക്ക് വളർന്നു മുന്നേറാം. ശരീരത്തെ വിശുദ്ധമായി എന്നും കാത്തു സൂക്ഷിക്കാം. അവരുടെ ശരീരത്തെയും വ്യക്തിത്വത്തെയും ബഹുമാനിക്കാനും അംഗീകരിക്കാനും നമുക്ക് കഴിയണം. അങ്ങനെ മറ്റുള്ളവരിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നേരിൻ്റെ ഒരു ജീവിതം നയിക്കാൻ ഇത് മതി. ദൈവത്തോടും സഹോദരങ്ങളോടും പ്രകൃതിയോടും ചേർന്നുള്ള ജീവിതം. അപ്പോൾ നമ്മൾ ആരെയും ഉപദ്രവിക്കില്ല, ഒന്നിനെയും ദുരുപയോഗിക്കുകയില്ല. പറ്റുന്ന വിധത്തിലെല്ലാം മറ്റുള്ളവരെ സഹായിക്കും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ തനിച്ച് കാറ് ഓടിച്ചു പോകുമ്പോൾ അതിൽ 2-3 പേരെ കൂടി കയറ്റി കൊണ്ടുപോവുക. ഭക്ഷണം അനാവശ്യമായി കളയാതെ ആവശ്യത്തിന് മാത്രം പാകം ചെയ്ത് കഴിക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും കഴിയുക. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ദൈവത്തോടും പ്രകൃതിയോടും ചേർന്ന് ഒരു സ്വർഗരാജ്യം ഭൂമിയിൽ പണിയുന്നവരാകും. അത് നന്മയുടെ ലോകമാണ്. അത് നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ അടുത്തുണ്ട്. ഒന്ന് കണ്ണു തുറന്നാൽ, ഒന്ന് ഏകാഗ്രതയിലേക്ക് വന്നാൽ തിരിച്ചറിയാവുന്നതേയുള്ളൂ. അതിലേക്ക് വളരാം, ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യാം.
നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ലാതൊന്നുമേ നീ ചെയ്യുകയില്ല. എന്തു ഭാവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ലാതൊന്നുമേ നീ ചെയ്യുകയില്ല. എന്തു ഭാവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ എൻ ആത്മസഖി. എൻ്റെ യേശുവേ, എൻ്റെ ജീവനെ, എൻ്റെ ആശയേ, നീ ഒന്നു മാത്രമേ. എൻ്റെ യേശുവേ, എൻ്റെ ജീവനെ, എൻ്റെ ആശയേ, നീ ഒന്നു മാത്രമേ. നിന്നെ സ്നേഹിക്കും നിന്റെ ദാസന് നന്മയല്ലാതൊന്നുമേ നീ ചെയ്തിടുമോ? എന്നെ പേരു ചൊല്ലി വിളിച്ചിടുവാൻ കൃപ തോന്നി എന്നതിനാൽ ഞാൻ ഭാഗ്യവാൻ. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ എൻ ആത്മസഖി. എൻ്റെ യേശുവേ, എൻ്റെ ജീവനെ, എൻ്റെ ആശ്രയേ, നീ ഒന്നു മാത്രമേ. എൻ്റെ യേശുവേ, എൻ്റെ ജീവനെ, എൻ്റെ ആശയേ, നീ ഒന്നു മാത്രമേ. ദോഷം മാത്രമേ ഈ ലോകം തരൂ, ദോഷമായിട്ടൊന്നും പ്രിയൻ ചെയ്യുകയില്ല. എൻ്റെ യേശുവേ, എൻ്റെ പ്രാണനെ, നന്മ ചെയ്യുവാൻ എനിക്കു നീ കൃപ നൽകുക. ദോഷം മാത്രമേ ഈ ലോകം തരൂ, ദോഷമായിട്ടൊന്നും പ്രിയൻ ചെയ്യുകയില്ല. എൻ്റെ യേശുവേ, എൻ്റെ പ്രാണനെ,
എൻ്റെ ജീവനെ എൻ്റെ ആശയേ നീ ഒന്നു മാത്രമേ. എൻ്റെ യേശുവേ എൻ്റെ ജീവനെ എൻ്റെ ആശയേ നീ ഒന്നു മാത്രമേ. എൻ്റെ യേശുവേ എൻ്റെ ജീവനെ എൻ്റെ ആശയേ നീ ഒന്നു മാത്രമേ. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ എൻ ആത്മസഖി. എൻ്റെ യേശുവേ എൻ്റെ ജീവനെ എൻ്റെ ആശയേ നീ ഒന്നു മാത്രമേ. തനിക്ക് നീതി നടത്തി തരണമേ എന്ന് നീതിരഹിതനായ ഒരു ന്യായാധിപനോട് യാചിക്കുന്ന ഒരു വിധവ. നിരന്തരമായ യാചനയ്ക്കൊടുവിൽ നീതി നടത്തി കൊടുക്കുന്ന നീതിരഹിതനായ ന്യായാധിപൻ. ഈശോ നമ്മളോട് ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ രാവും പകലും നന്മ മാത്രം നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന കർത്താവ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരില്ലേ? നിരന്തരമായി നമുക്ക് ഈശോയോട് ചേർന്നിരിക്കാം. നിരന്തരമായ ഭക്തി, നിരന്തരമായ പ്രാർത്ഥന. ഒരു ധ്യാനം കൂടി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആത്മീയതയല്ല നമുക്ക് വേണ്ടത്. ഒരു കുമ്പസാരം കഴിഞ്ഞ് 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ആത്മീയതയും ഭക്തിയുമല്ല നമുക്ക് വേണ്ടത്. എന്നും നിലനിൽക്കുന്ന, എപ്പോഴും നിലനിൽക്കുന്ന ഒരു ആത്മീയത. അത് ഈശോയോട് ചേർന്നുള്ള ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രശ്നം തുടങ്ങും, പെട്ടെന്ന് അവസാനിപ്പിക്കും. തുടർച്ചയില്ല, നിലനിൽപ്പില്ല. നിലനിൽപ്പിൻ്റെ വരം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം, യഥാർത്ഥ ആത്മീയതയിൽ നിലനിൽക്കാൻ, അവസാനിപ്പിക്കാതെ, പ്രാർത്ഥന അവസാനിപ്പിക്കാതെ, നല്ല ജീവിതം അവസാനിപ്പിക്കാതെ അതങ്ങ് തുടർന്നു കൊണ്ടുപോകുവാൻ. അവിടെയാണ് ഭൂമിക്ക് നന്മയുണ്ടാകും. അവിടെ സഹോദരങ്ങൾക്കും ഈ പ്രപഞ്ചത്തിനുമൊക്കെ എന്നിലൂടെ നന്മയുണ്ടാകും. തീർച്ചയായും ഈ നന്മയുടെ ജീവിതം നയിക്കാൻ എന്നും ഈശോ നമ്മളെ അനുഗ്രഹിക്കും. പക്ഷെ നമ്മൾ എന്നും പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. ആ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. ആമേൻ. ഉന്നതൻ ഉയർന്നവൻ കരങ്ങളിൽ താങ്ങും വല്ലഭൻ. ഉന്നതൻ ഉയർന്നവൻ കരങ്ങളിൽ താങ്ങും വല്ലഭൻ. ഭാരങ്ങളാൽ നീ വലയുകയോ, രോഗങ്ങളാൽ നീ തളരുകയോ. ഭാരങ്ങളാൽ നീ വലയുകയോ, രോഗങ്ങളാൽ നീ തളരുകയോ.